ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ നൽകി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത്. അജൈവ മാലിന്യം ശേഖരിച്ച് MCFിലേക്ക് എത്തിക്കാനാണ് വാഹനം അനുവദിച്ചത്. വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ MK റഫീഖ കൈമാറി. നഗരസഞ്ചയം പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് മലപ്പുറം നഗരസഭയും നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ 5 വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രൊജക്റ്റായിരുന്നു. അത് ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കണമെന്ന് ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മാലിന്യ മുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ഇന്ന് ഹരിത കർമ്മസേന എല്ലാ ഗ്രാമപഞ്ചായത്തിലും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ വാഹനം അനുവദിച്ചത്. ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഹനം വരാൻ അല്പം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. AR നഗർ, പറപ്പൂർ, കൂട്ടിലങ്ങാടി, കാലടി, താനാളൂർ, കോഡൂർ, തെന്നല, തൃപ്രങ്ങോട്, ഒതുക്കുങ്ങൽ പഞ്ചായത്തുകൾക്കും വളാഞ്ചേരി, തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത്. ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ NA കരീം, സെറീന ഹസീബ്, സെക്രട്ടറി S ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.